യാത്രകൾ നമുക്കെന്നും പ്രിയങ്കരം തന്നെയാണ്. അതുപോലെ ഒരു യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 45 കിലോമീറ്ററും സഞ്ചരിച്ചാൽ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രത്തിലേക്ക് എത്തും. ഇതാണ് ജൈനമത ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണ്. നടപ്പാതയെല്ലാം ഭംഗിയുള്ള കരിങ്കൽ കട്ടകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഈ ജൈനമത ക്ഷേത്രത്തിന് കർണാടകയിലെ ഹംപിയിലുള്ള വിജയനഗര സാമ്രാജ്യത്തെ അവശേഷിപ്പുകളുമായി ഒരുപാട് സാമ്യതകളുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ജൈനമത സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു വയനാട്. ടിപ്പുവിൻ്റെ മലബാർ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും തുടർന്ന് ടിപ്പുവിൻ്റെ ആയുധശേഖരപ്പുരയാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് ഗണപതിവട്ടം എന്ന പേര് മാറി സുൽത്താൻ്റെ ആയുധപ്പുര എന്നർത്ഥം വരുന്ന സുൽത്താൻസ് ബാറ്ററി എന്നാവുകയും പിൽക്കാലത്ത് അത് സുൽത്താൻ ബത്തേരി എന്നാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. നല്ല വൃത്തിയിൽ ചെത്തിയെടുത്തിട്ടുള്ള വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര പണിതിരിക്കുന്നത്. അതിനെ താങ്ങി നിർത്തുന്നത് ഇതുപോലെയുള്ള വലിയ തൂണുകളാണ്. ഓരോ തൂണുകളിലും പലതരത്തിലുള്ള കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും കല്ലുകൾ കൊണ്ട് മാത്രമാണ്. ഒരുപാട് കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഈ ക്ഷേത്രം 1921 കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചില അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. നമസ്കാര മണ്ഡപം, മുഖമണ്ഡപം, മഹാമണ്ഡപം, ശ്രീകോവിൽ എന്നീ ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത ഭാഗത്താണ് ശ്രീകോവിലും മഹാമണ്ഡപവും കാണപ്പെടുന്നത്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്നതും കരിങ്കൽ തൂണിൽ കൊത്തിവെച്ച സർപ്പരൂപമാണ്. പത്തിയിൽ നിന്നും വിരലോടിച്ച് തുടങ്ങിയാൽ തിരിച്ച് പത്തിയിലും, വാലിൽ നിന്നും തുടങ്ങിയാൽ തിരിച്ച് വാലിലും എത്തുന്ന അത്ഭുത കലാസൃഷ്ടി. സുൽത്താൻ ബത്തേരിയിലെ ഈ ജൈനമത ക്ഷേത്രത്തിൽ ഇന്നും പ്രതിഷ്ഠകളില്ല. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇതുപോലെയുള്ള നിരവധി ജൈനമത ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയും തുടർന്ന് നശിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രരേഖകളിൽ കാണാം.